ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു ഫംഗ്ഷനാണ്. ഇന്നലെ നമ്മൾ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ടൈപ്പ് ഓഫ് സ്ട്രക്ചറിൽ ലൈൻ ഓർഗനൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈൻ മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ് മാനേജർ അങ്ങനെ കമ്പൈൻ ചെയ്യുന്നതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ ടൈപ്പിൽ ലൈൻ മാനേജേഴ്സിനാണ് കൂടുതലും അധികാരം. ഇപ്പോൾ ഡിസിഷൻ എടുക്കാനായാലും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഉള്ള എല്ലാ തരത്തിലുള്ള അതോറിറ്റി അധികാരം ആർക്കാണ് ഇതിൽ? ലൈൻ മാനേജേഴ്സിനാണ് കൂടുതലുള്ളത്. In this type of organization, line officers have authority to take decision and implement them, but the staff office will assist them while taking decisions. ഇതിൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്താ പറയുക, ഇപ്പോൾ ഇവർ എടുക്കില്ലേ, ലൈൻ ഓർഗനൈസേഷൻ എടുക്കുന്ന ഡിസിഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവർക്കൊരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദ ഫങ്ഷൻ ഓഫ് സ്റ്റാഫ് ആർ ഓൺലി ആൻ അഡ്വൈസിങ് വൺ. ദേ ഷുഡ് അഡ്വൈസ് ആൻഡ് ഹെൽപ്പ് ദ മാനേജ് ടു ടേക്ക് പ്രോപ്പർ ഡിസിഷൻസ്. അവരെ എന്താ പറയുക, സഹകരിക്കുക, സ്റ്റാഫ് ഓർഗനൈസേഷനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആര് നിൽക്കുന്നത്, ലൈൻ ഓർഗനൈസേഷൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞത്, സ്റ്റാഫ് ഓർഗനൈസിൻ്റെ ഡ്യൂട്ടി. അവർക്കിപ്പോൾ ഇപ്പോൾ അവരുടെ ഡ്യൂട്ടി എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാം. അപ്പോൾ അവരെടുക്കുന്ന ഡിസിഷന് എന്തെങ്കിലും നല്ല രീതിക്ക് അവർക്ക് അഡ്വൈസ് കാര്യങ്ങൾ കൊടുക്കുകയാണ് ആരുടെ പ്രവർത്തനം എന്നാണത്, നമ്മുടെ സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ മന്ത്രിയും കളക്ടറും. മന്ത്രി എന്ന് പറഞ്ഞത് ലൈൻ ഓർഗനൈസേഷനും മന്ത്രിസഭാ മന്ത്രി എന്ന് പറയുന്നത് ലൈൻ മാനേജേഴ്സും, അതിൽ IPS, IAS, MLA അവരൊക്കെ ആരാണ്, സ്റ്റാഫ് മാനേജേഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതാണ് ഒരു എക്സാമ്പിളായിട്ട് പറയാം. കാരണം മന്ത്രിയാണല്ലോ കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കുക. അവരുടെ എന്തെങ്കിലും അഭിപ്രായം അവരുടെ നിന്ന് മേടിക്കണു എന്ന് മാത്രം. In the fast developing world, the line officers are not in position to acquire all the technical knowledge whichever take this right. They gap bridge with the help of staff office. The staff may expert in particular field. ചിലപ്പോൾ ഇന്നത്തെ ഫാസ്റ്റിംഗ് ടെക്നോളജീസൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പല പ്രോബ്ലംസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചിലപ്പോൾ ലൈൻ ഓർഗനൈസേഷന് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ എക്സ്പേർട്ടായ നോളജ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാഫ് ഓർഗനൈസേഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ചിലപ്പോൾ പർട്ടിക്കുലറായിട്ടുള്ള ഫീൽഡിൽ നോളജ് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അവരെ അതിനെ ഹെൽപ്പ് ചെയ്യണം. ഇതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ലൈൻ എന്ന് പറഞ്ഞാലാണ് മുഴുവൻ അതോറിറ്റി. അവിടെ ഡിസിഷൻ എടുക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഫുൾ അധികാരം ആർക്കാണ്, ലൈൻ ഓർഗനൈസേഷനാണ് ഉള്ളത്. പക്ഷേ സ്റ്റാഫ് ഓർഗനൈസിന് അതില്ല. സ്റ്റാഫ് ഓർഗനൈസിനെ അവരെ ഒരു തരത്തിൽ ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്തുള്ളത്, സ്റ്റാഫ് ഓർഗനൈസിങ്ങിന് ഉള്ളത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതോറിറ്റി ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇതിൻ്റെ അതോറിറ്റി എന്നാണ് ടോപ്പ് ലെവലിൽ നിന്ന് തൊട്ട് ബോട്ടം ലെവലിലാണ് ഇതിൻ്റെ അതോറിറ്റി പോകുന്നത്. ലൈൻ ഓഫീസർ വിൽ ടേക്ക് ഡിസിഷൻ ഓൺ ദ ബേസിസ് ഓഫ് സജഷൻ ഗീവ് ബൈ ദി സ്റ്റാഫ് ഓഫീസേഴ്സ്. ലൈൻ ഓർഗനൈസേഷൻ അവർ ഡിസിഷൻ എടുക്കും. സ്റ്റാഫ് ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കും അവർ ഡിസിഷൻ കാര്യങ്ങൾ എടുക്കുന്നുണ്ടാവുക. സ്റ്റാഫ് ഓഫീസർ ഹാവ് നോ പവർ ടേക്ക് ഡിസിഷൻ, നോ കൺട്രോൾ ഓവർ ദ സബ്. അതുപോലെ സ്റ്റാഫ് ഓർഗനൈസേഷന് ഒരു അധികാരമില്ല ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ, അതായത് ലൈൻ ഓർഗനൈസേഷനിലെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അവർക്ക് ജസ്റ്റ് അവർക്ക് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളും പരിഗണന അവരുടെ സജഷൻ മേടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ദ വർക്ക് ഗെറ്റ് ഇൻസ്ട്രക്ഷൻ ഓൺലി ഫ്രം ലൈൻ ഓഫീസേഴ്സ്. അതുപോലെ അവിടെ വർക്കേഴ്സിന് എവിടെ നിന്നാണ് കിട്ടുക, ലൈൻ ഓർഗനൈസേഷൻ്റെ നിന്ന് മാത്രമാണ് എന്തെന്നാണ് ഇൻസ്ട്രക്ഷൻസ് കിട്ടുള്ളൂ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ലൈൻ ഓർഗനൈസേഷൻ്റെ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ലൈൻ ഓഫീസർ ക്യാൻ ടേക്ക് എ സൗണ്ട് ഡിസിഷൻ ഓൺ ബേസിസ് പ്രോപ്പർ അഡ്വൈസ് ഫ്രം സ്റ്റാഫ് ഓഫീസർ. അവർക്ക് കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും.
നല്ല രീതിയിലുള്ള ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അത് എവിടെ നിന്നാണ്? ചിലപ്പോൾ എക്സ്പേർട്ടായുള്ള സ്റ്റാഫ് ഓർഗനൈസേഷനിൽ നിന്ന് നല്ല രീതിക്കുള്ള ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ദ വർക്ക് ലോഡ് ഓഫ് ലൈൻ ഓഫീസർ വുഡ് ബി റിഡ്യൂസ് ടു സം എക്സ്റ്റെൻറ്റ്. അതേപോലെ ലൈൻ ഓഫീസേഴ്സിന് എന്താണ്, കുറച്ച് ജോലി ഭാരം കുറയാനാണ് ചാൻസ്. കാരണം ഇവരുടെ ഹെൽപ്പിലൂടെ അവർക്ക് ജോലി ഭാരം കുറയും. അതേപോലെ തന്നെ ടു പ്രൊമോട്ട് എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ലൈൻ ഓഫീസേഴ്സിൻ്റെ വർക്കിംഗ് കാര്യം അവരെ എഫിഷ്യൻ്റായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. നല്ല നല്ല രീതിയിലേക്കുള്ളത് എത്തിക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒപ്പം തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇവരുടെ പവേഴ്സ് നോട്ട് ക്ലിയർലി ഡിഫൈൻ, ഇറ്റ് വിൽ ലീഡ് ടു കൺഫ്യൂഷൻ ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷനിൽ ആ വ്യക്തികൾക്കുള്ള പവർ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ദ ലൈൻ ഓഫ് എ മേ റിജക്ട് ദ അഡ്വൈസ് ഫ്രം സ്റ്റാഫ് വിത്തൗട്ട് അസൈനിങ് എനി റീസൺ. ചിലപ്പോൾ ഈഗോൻ്റെ പ്രോബ്ലം കാരണം ചിലപ്പോൾ സ്റ്റാഫ് ഓർഗനൈസിങ് തന്ന നിർദ്ദേശം ചിലപ്പോൾ അതായത് ലൈൻ മാനേജേഴ്സ് ചിലപ്പോൾ സ്വീകരിക്കാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ ഈഗോ ക്ലാഷൊക്കെ ഉണ്ടാകുമ്പോൾ അവരത് സ്വീകരിക്കാൻ തയ്യാറാവില്ല. ദ സ്റ്റാഫ് ഓഫീസ് മേ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവേഴ്സ് ഓഫ് ലൈൻ ഓഫീസേഴ്സ്. ചില സമയത്ത് എന്താ പറയുക, അവരുടെ ലൈൻ ഓഫീസേഴ്സിൻ്റെ പവേഴ്സ് ചിലപ്പോൾ സ്റ്റാഫ് ഓഫീസേഴ്സ് ചിലപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ദ സ്റ്റാഫ് ഡു നോട്ട് ഇൻവോൾവ് ഇൻ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രോഗ്രാംസ്. ചിലപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ലൈൻ ഓർഗനൈസേഷനാണല്ലോ നമ്മൾ ഓഫീസേഴ്സിനാണല്ലോ പവർ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇവർക്ക് അധികാരമില്ല. അപ്പോൾ അത് എന്താ ഉണ്ടാവുക, അവർക്ക് അതിൽ പ്രോഗ്രാം കാര്യങ്ങൾ അവരുടെ ഇൻസ്ട്രക്ഷൻസ് മാത്രമല്ല സ്വീകരിക്കുക. അപ്പോൾ അവർക്ക് അതൊരു വിഷമമാകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവും. അതാണ് എന്തെന്ന് പറഞ്ഞത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഹെഡുകളെ അവരെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഹെഡുകളെ ജോയിൻ ചെയ്തതിനെ പറയുന്നതാണ് എന്തെന്ന് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ആർ അപ്പോയിൻറ്റഡ് ഇൻ ടോപ്പ് പൊസിഷൻ ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ. ഈ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ടോപ്പ് പൊസിഷൻ ത്രൂ ഔട്ട് ആ സ്പെഷ്യലിസ്റ്റുകളെ അവിടേക്കാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ ഓർഗനൈസേഷനിൽ various activities of enterprise classified according to the function and functional head will give direction related to the functions. അതേപോലെ തന്നെ ഓരോ ഓർഗനൈസേഷന് പല രീതിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. ആ എൻ്റർപ്രൈസിൽ അത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അവരുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഹെഡ് അനുസരിച്ചിട്ടായിരിക്കും അവർ പിന്നെ. അതേപോലെ തന്നെ ഓരോ ഹെഡുകളിൽ നിന്നും പല കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ്, പ്രൊഡക്ഷൻ ആണെങ്കിൽ അവർക്ക് ഫിനാൻസിന്നോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ സെയിൽസിന്നോ അങ്ങനെ പല രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് അവർ സ്വീകരിക്കേണ്ടതാണ്. പിന്നെ വർക്കേഴ്സ് ആൻഡ് ഫംഗ്ഷൻ റിസീവ് ഇൻസ്ട്രക്ഷൻ ഫ്രം വേരിയസ് സ്പെഷ്യലിസ്റ്റ്, പല സ്പെഷ്യലിസ്റ്റുകളിൽ നിന്നും അവർ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ വർക്ക് ഡിവൈഡ് അക്കോർഡിംഗ് ടു സ്പെസിഫൈഡ് ഫങ്ഷൻസ്. അവരുടെ വർക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഓരോ ഓരോ ഫങ്ഷൻസ് സ്പെഷ്യലൈസ് ചെയ്ത ഫങ്ഷൻസ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത്. അതോറിറ്റി ഈസ് ഗിവൺ ടു സ്പെഷ്യലി ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ റിലേഷൻ ഇൻ സ്പെസിഫിക്. അവരുടെ അധികാരം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കായിരിക്കും ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും കൊടുക്കാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ. ഡിസിഷൻ ഈസ് ടേക്ക് ഓൺലി ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ഫങ്ഷണൽ അതർ റിലേറ്റിംഗ് സ്പെഷ്യലൈസ്ഡ് ഏരിയ. അതേപോലെ ദ എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ഡിസ്ചാർജ് ദ റെസ്പോൺസീവ് ഫങ്ഷണൽ അതോറിറ്റി. അതേപോലെ തന്നെ അവരുടെ എക്സിക്യൂട്ടീവ് വർക്ക്സ് അല്ലെങ്കിൽ സുപ്പീരിയർ വർക്ക്സ് അവിടുത്തെ ഫങ്ഷണൽ അതോറിറ്റിക്ക് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്, അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ അല്ലേ. ഒരു സ്പെഷ്യലൈസേഷൻ കൊണ്ട് എന്തിനു ഗുണം, ഇപ്പം നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസാണ്,
അപ്പോൾ കൊമേഴ്സ് ആകുമ്പോൾ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തത് എന്താ പറയുക, കൊമേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊമേഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് നോളജ് ഉണ്ടാവും. അപ്പം അങ്ങനെ സ്പെഷ്യലൈസ്ഡ് രീതിയാണെങ്കിൽ എന്താണ് അവിടെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇൻ ടൈപ്പ് ഓഫ് വർക്ക് ഈച്ച് വർക്ക് ഈസ് പെർഫോം ബൈ സ്പെഷ്യലിസ്റ്റ്. ഇറ്റ് ഹെൽപ്പ് ടു എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി അവരുടെ നന്നായ രീതിയിൽ നടക്കും. നമുക്ക് അതിനെ പറ്റിയിട്ട് നല്ല നോളേജ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി പുരോഗമനമാണ് ഉണ്ടാവുക. പിന്നെ വർക്ക് ലോഡ് കുറയും. ഈച്ച് പേഴ്സൺ ഈസ് എക്സിക്യൂട്ടഡ് ടു ലുക്ക് ആഫ്റ്റർ ഓൺലി വൺ ടൈപ്പ് ഓഫ് വർക്ക് ടു റിഡ്യൂസ് അൺനെസസറി വർക്ക് അലോട്ട്മെൻറ്റ് ടു ദം. അപ്പോൾ നമുക്കിപ്പോൾ വർക്ക് ലോഡ് കുറയും. കാരണം ഒന്നിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, മറ്റുള്ള കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. നമുക്ക് തന്നിരിക്കുന്ന ആ കാര്യം മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ജോലിഭാരം കുറയും. Relief to line executive. Under function or the instruction are given by specialist directly to the actual work. Hence, the line executive do not have any problem regarding the routine work. അതായത് പല സ്പെഷ്യലിസ്റ്റ് ആയ ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഫോർമാൻ അങ്ങനത്തെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളായിരിക്കും അവർക്ക് വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലൈൻ ഓർഗനൈസേഷന് എന്താണ്, റൂട്ടീനായിട്ട് സ്ഥിരമായിട്ട് അവരെ കാര്യങ്ങൾ നോക്കേണ്ടത്. അതിനെ ചുമതലപ്പെടുത്തിയിട്ട് ഓരോ ആൾക്കാരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ കാര്യം നോക്കിക്കൊണ്ട് അപ്പോൾ അവരുടെ വർക്കിലൂടെ എന്താണ് കുറയാണ് ചെയ്യുന്നത്. മാസ് പ്രൊഡക്ഷൻ, ഇപ്പോൾ സ്പെഷ്യലൈസേഷനും അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷനും ഉള്ളതുകൊണ്ട് എന്താ ഉണ്ടാവുക, പ്രൊഡക്ഷൻ എന്താ ഉണ്ടാവുക, ഓട്ടോമാറ്റിക്കലി നല്ല ഹൈ ആവുകയാണ് ചെയ്യുന്നത്. ഫ്ലെക്സിബിലിറ്റി, എനി ചേഞ്ച് ഇൻ ഓർഗനൈസ് ക്യാൻ ഇൻട്രൊഡ്യൂസ് വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടി. നമുക്ക് എന്താണ് മാറ്റങ്ങൾ പറ്റും. ഓരോ രീതിയിൽ നമുക്ക് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങളൊക്കെ മാറ്റാനും പറ്റും, കൊണ്ടുവരാനും പറ്റും. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാല്യൂ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റ് ഓഫ് കമാൻഡ്. എക്സാമ്പിൾ ഗെറ്റ് ഓർഡേഴ്സ് ഫ്രം സെവറൽ ഫംഗ്ഷൻ. ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞത് യൂണിറ്റ് ഓഫ് കമാൻഡ് ഒരാളിൽ നിന്ന് മാത്രമല്ല ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പല സ്പെഷ്യലിസ്റ്റുകളുടെ നിന്നും ഓർഡേഴ്സ് സ്വീകരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അത് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞ കാര്യം വയലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താ പറയുക, പല ഓർഡേഴ്സും പലരുടെയിൽ നിന്ന് സ്വീകരിക്കണതുകൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടാവാനാണ് ചാൻസ് ഉള്ളത് എന്നാണ്. പിന്നെ കോർഡിനേഷൻ പല വ്യക്തികളുടെ നിന്ന് സ്വീകരിക്കണതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്, കോർഡിനേഷൻ ഒത്തൊരുമ ഉണ്ടാവില്ല. ഇറ്റ് ലീഡ് ടു കോൺഫ്ലിക്റ്റ് അമംഗ് ഡിഫറെൻറ്റ് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. അവർ തമ്മിലുള്ള വാക്കുതർക്കം ഉണ്ടാവും. കാരണം ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റുള്ള ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വന്ന് ഓരോ കാര്യങ്ങൾ എന്താ പറയുക നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മോശമാക്കി എടുത്താൽ എന്താ ഉണ്ടാവുക, ഓട്ടോമാറ്റിക്കലി അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനാണ് ചാൻസ്. ഇറ്റ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കർ, അതായത് ഡിസിഷൻസ് എടുക്കാൻ വൈകും. കാരണം പലരുടെയും പല അഭിപ്രായങ്ങൾ കേൾക്കണതുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ വൈകും. ഡിഫിക്കൽട്ട് ടു ഫിക്സ് റെസ്പോൺസിബിൾ വർക്ക് ഓൺ സ്പെസിഫിക് ഇൻഡിവിജ്വൽ. അവർക്ക് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട്. അതുപോലെ ഏത് കാര്യത്തിലാണ് സ്പെസിഫിക് ആയി വേണ്ടതെന്ന് അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടാവും. ലീഡ് പുവർ ഡിസിപ്ലിൻ കാര്യങ്ങൾ, അതായത് ഒരു സിസ്റ്റമാറ്റിക് വേയിലൊന്നും കാര്യങ്ങൾ പോവില്ല. വർക്കർ റിസീവ് ഓർഡർ ഫ്രം മെനി സുപ്പീരിയർ മേ ലീഡ് ടു കേസ് ഓഫ് ഇൻഡിസിപ്ലിൻ. പലരുടെയും പല അഭിപ്രായങ്ങൾ കേൾക്കുന്നതുകൊണ്ട് എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് വേയിലൊന്നും കാര്യങ്ങൾ നടക്കില്ല. അതൊരു ഇൻഡിസിപ്ലിൻ ആവും, ഒരു ഓർഡർലെസ് ആയിട്ടാവും മാറുക. ഇതൊക്കെയാണ് എന്തെന്നാണ് ഡിമെറിറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്നാണത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഒന്ന് ലൈൻ ഓർഗനൈസേഷൻ, ഒരു രീതിയിൽ ഒരു ലൈനിലൂടെ മാത്രമാണ് ഓർഡേഴ്സ് സ്വീകരിക്കുന്നത്. പിന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് രണ്ട് രീതിയിലുണ്ട്. പക്ഷേ ലൈൻ എന്ന് പറഞ്ഞാൽ വ്യക്തിക്കും ഓഫീസസിനുമാണ് കൂടുതൽ. അവരായിരിക്കും ഡിസിഷൻ എടുക്കുക, അവർ തന്നെയായിരിക്കും ഓർഡേഴ്സ് ഒക്കെ കൊടുക്കുക. അവർ തന്നെയാണ് എല്ലാം. സ്റ്റാഫ് ഇവർ ഈ ലൈൻ എടുക്കുന്ന ഡിസിഷനെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടുള്ളൂ. പിന്നെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഹെഡായിട്ട് സ്പെഷ്യലൈസ്ഡ് ഹെഡുകളെ നിയമിക്കുകയാണ് ഫങ്ഷണൽസ് എന്ന് പറഞ്ഞത്. പക്ഷേ ഓരോ സ്പെഷ്യലിസ്റ്റിൽ നിന്ന് നമുക്ക് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളിൽ നിന്ന് എടുക്കുന്നത്. ഇത് മൂന്ന് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. താങ്ക് യു.